ഞങ്ങളുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സായിട്ടും ഞങ്ങളൊരു ഇൻഡസ്ട്രി പാർട്ട്നേഴ്സായിട്ടാണ് കാണുന്നത്. എല്ലാവരുമായിട്ടും മത്സരിക്കണം, എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങളുടെ ഗോൾഡ് ഫീൽഡിലുള്ള എല്ലാവരും ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങോട്ടും എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ്. എപ്പോഴും ഏത് ഫോൺ എടുത്താലും എന്നെ വിളിക്കും, ഞാനും വിളിക്കും. മദ്യപാന ശീലമില്ല. വേറെ പുകവലി വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം വരെ ഉണ്ടായിരുന്നു. അന്നൊരു ഞാൻ ഹജ്ജിന് പോകുന്ന അവസരത്തിൽ നിർത്തി, പിന്നെ അത് തുടങ്ങിയിട്ടില്ല. ഏറ്റവും വില പിടിച്ചത് സമയമാണ്. ഓരോ നിമിഷവും കടന്നു പോവുകയാണ്. ഈ സമയം ഞാൻ മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എല്ലാ ദിവസവും എല്ലാ സമയവും രാവിലെ ഉണർന്ന് ഞാൻ നേരത്തെ ഒരു 5-5:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് 10-11 മണി വരെ ഫുൾ സജീവമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. മലബാർ ഗോൾഡിൻ ചെയർമാൻ MP അഹമ്മദിൻ്റെ ഉള്ളിരിപ്പ് എന്താണ്? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒരു ദിവസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഏർലി മോർണിംഗ് 5-5:30 എണീക്കുന്ന ആളാണ്. 5-6 മണി പോയിട്ട് ഉണർന്ന് രാവിലെ ഒക്കെ നടന്ന് 3 ഗ്ലാസ് സാധാരണ നല്ല വെള്ളം കുടിച്ച് നടക്കാൻ ഇറങ്ങും. എവിടെ ആയാലും നടക്കും. ടൂറിലൊക്കെ ആണെങ്കിൽ നടക്കാതെ ഷോയിൽ നടക്കണ തലക്ക് ടീമിനൊക്കെ തീരുമാനിച്ചിരിക്കും. 1 മണിക്കൂർ എങ്ങനെയും മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നടക്കും. അതാണ് ഞങ്ങൾ രാവിലത്തെ സ്റ്റാർട്ടിങ്. അതിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ചർച്ചകളും നാട്ടിലെ വിവരങ്ങളൊക്കെ അറിയും. ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഈ മാത്സ് പോലത്തെ ഒരുപാട് ഓൺലൈൻ ന്യൂസുകളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇവിടെയൊക്കെ കൃത്യമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടല്ലേ നടക്കണേ? ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കൂട്ടായ്മ ആർക്കിടെക്ട് ടോണി, കുറേ ആൾക്കാരുണ്ട്. ആർക്കിടെക്ട് ടോണി ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ നടക്കാൻ വരും. ഇവിടെയുള്ള ഞങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ ഈ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഒരുപാട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കുന്നതൊക്കെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ വന്നതിൻ്റെ പഴയ ആ ഒരു കാർഷിക ഇതുള്ളത് കൊണ്ടാണോ? അതൊരു നമ്മുടെ നാടിന് ഗ്രീനിഷ് ആക്കണം. അതിന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഫ്രൂട്ട് ട്രീസ് 100 ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. ഈ ഫ്രൂട്ട് ട്രീസൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാക്കിയാൽ കിളികൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ഭക്ഷണമാകും, നമുക്കും ഭക്ഷണമാകും. ഏറ്റവും നല്ല ഒരു എല്ലാവരോടുള്ള ആ പ്രകൃതിയോടുള്ള സ്നേഹം, അതുകൊണ്ടാണ് അതാണ് ഞങ്ങൾ ഈ കുന്ന് തേടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് 3 ഡിസ്ട്രിക്ട് കാണാം. ലോങ് സൈറ്റ്, ദൂരക്കാഴ്ച നേരത്തെ ചോദിച്ചില്ലേ, ദൂരം കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ണിന് ഏറ്റവും സുഖം. ഫസ്റ്റ് നമുക്കൊരു ഫീലിംഗ് കണ്ണിനാണ് കിട്ടുക. അത് നമ്മളിവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം. പിന്നെ ഈ എയർ പ്യൂരിഫൈഡ് എയറാണ് ഏറ്റവും, യാതൊരു പൊല്യൂഷൻ ഇല്ലാത്ത എയറാകുമ്പോൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, ആ മൊത്തം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ആ ഫീലിംഗാണ് ഏറ്റവും വലിയ ഫീലിംഗ്. ഈ ദൂരക്കാഴ്ച, വലിയ ചിന്ത, ഇങ്ങനെയുള്ള ഈ ഇത്രയും വലിയ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ വരാനായിട്ട് എന്തെങ്കിലും കുട്ടിക്കാലത്തെ വല്ല അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഞാൻ എൻ്റെ ഫാദറിന് ജനിച്ചത് ഏറ്റവും വളരെ പ്രായമായപ്പോൾ, വാപ്പാക്ക് ഒരു 62 വയസ്സുള്ളപ്പോൾ എൻ്റെ ജന്മം തന്നെ. ഏറ്റവും ഇളയ മകനാണ്. ബാക്കി സഹോദരിമാരാണ്, ഒക്കെ സഹോദരിമാരാണ്. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അന്നേരം മുതൽ അങ്ങനെ തോന്നി ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ഇത് എനിക്കും തോന്നിയിട്ടില്ല, പ്രത്യേകിച്ചൊരു കഴിവും തോന്നിയിട്ടില്ല, പ്രത്യേകിച്ചൊരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. കാരണം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചാൽ പോരെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സംതൃപ്തി നൽകിയ നിക്ഷേപം എന്തായിരിക്കും? സമയം ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ഏറ്റവും സംതൃപ്തി കിട്ടിയത് അവിടെ നിന്നാണ്? ടൈമാണ്. നമ്മളെ സമയം നന്നായിട്ട് യൂസ് ചെയ്യും. ഏറ്റവും വില പിടിച്ചത് സമയമാണ്. ഓരോ നിമിഷവും കടന്നു പോവുകയാണ്. ഈ സമയം ഞാൻ മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എല്ലാ ദിവസവും എല്ലാ സമയവും രാവിലെ ഉണർന്ന് ഞാൻ നേരത്തെ ഒരു 5-5:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് 10-11 മണി വരെ ഫുൾ സജീവമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ഉച്ചയ്ക്ക് ഒരു 10-15 മിനിറ്റ് ഇപ്പോൾ ഉറങ്ങാറുണ്ട്. അതാണ് ഒരു റെസ്റ്റ്. നമ്മൾ ഏറ്റവും വലിയ ടൈം മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതാണ് ഏറ്റവും സംതൃപ്തി നൽകുന്നത് അല്ലേ? ടൈം ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത സമയം മാത്രമാണ്. മണിക്കൂറിന് 60 മിനിറ്റും ഒരു ദിവസത്തിൽ 24 മണി. അത് മാക്സിമം നന്നായിട്ട് ആരെവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഫാദർ. അദ്ദേഹത്തിൻ്റെ എന്താണ് താങ്കൾ? അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി ഉണ്ടായിരുന്നൊരു ആളായിരുന്നു. കാരണം ഞാൻ വളരെ ഏജ് വ്യത്യാസമുള്ളത് കൊണ്ട് എന്നോട് വലിയ സ്നേഹിച്ച് കൈപിടിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സ്നേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നൊരു സംഭവം. പക്ഷെ താങ്കൾ ബിസിനസ്സിലോട്ട് വന്നപ്പോഴേക്കും താങ്കളുടെ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ 21-22 വയസ്സിൽ തന്നെ ഫാദർ മരിച്ചിട്ടുണ്ട്. പക്ഷേ മരിക്കാൻ നേരത്തും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നോക്കണം, എല്ലാവരെയും ശ്രദ്ധിക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയും.
ഈ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലോ, അതെങ്ങനെയാണ് ചവിട്ടുപടിയാക്കി എടുത്തത്? ഈ പരാജയങ്ങളെ അത് ഈ പറഞ്ഞ ഫാദർ പറഞ്ഞ കുറേ തത്വങ്ങളുണ്ട്. പരാജയം ഒന്നുണ്ടാകും, വേറെ ഒന്ന് വിജയം ഉണ്ടാകും. അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പരിശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയുക. ഒരിക്കലും നമ്മൾ ഒരു നിരാശരാവണ്ട, മുന്നോട്ട് പോയിക്കുക എന്നുള്ള അവരുണ്ടല്ലോ, ഭാവി നല്ലതാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. എൻ്റെ തോന്നിച്ച ഭാവി നല്ലതാണ് തോന്നിയാൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകല്ലേ. എങ്ങനെയാണ് ഈ മനസ്സും ശരീരവും ഒക്കെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യണത്? ഈ ശരീരം ഒരുപക്ഷെ നടത്തൊക്കെ ആയിരിക്കും, എന്നാലും നടത്തുന്ന എക്സസൈസും മിതമായ ഫുഡ്. എൻ്റെ ഫുഡ് കംപ്ലീറ്റ് എത്രത്തോളം ഓർഗാനിക് ആക്കാം. വീട്ടിൽ ഭാര്യ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു. നോൺ വെജ് ഒക്കെ തന്നെ അവിടെ ഹോംലി ഗ്രോൺ ആണ്. വൈഫിൻ്റെ പ്രധാന ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കും ബന്ധപ്പെട്ടൊക്കെ കൊടുത്തേക്കുക എന്നുള്ളതാണ് അവരെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. അതായിരിക്കാം ശരീരം. ഈ മനസ്സിന് എങ്ങനെയാണ് ഒരുപാട് ഇത്ര ടെൻഷനൊക്കെ ഉണ്ടാവുമോ? ഒരു ടെൻഷനും ഇല്ല. എന്തിന് ടെൻഷൻ വെക്കണം? നമ്മളെ സംബന്ധിച്ച ടെൻഷൻ എന്ന് പറയുന്നതൊക്കെ വരും പോവും, എല്ലാ കാര്യവും നടക്കും. ശാന്തമായിട്ട് നിർത്തണ എങ്ങനെയാണ്? അപ്പോൾ ഇത് ഭയങ്കര കൂളാണല്ലോ, ഇതെങ്ങനെയാ? നമ്മളെന്തിനു ടെൻഷൻ ആവണം? എല്ലാ ദിവസവും നേരം പുലരും ഈവനിങ് ആവും, കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒട്ടുമുക്കാലും ഞങ്ങൾ ടൈമൊക്കെ പ്ലാനിങ് ആണ്. ടൈം ഇന്ന സമയം മാക്സിമം, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു സമയമായി, സമയം ഉച്ചയ്ക്ക് ശേഷം എന്താണ് പരിപാടി, വൈകിട്ട് എന്താ പരിപാടി, ഇതൊക്കെ പ്ലാൻഡ് ആണ്. ഈ പുതിയ കാര്യമൊക്കെ എങ്ങനെയാണ് പഠിക്കണേ? അപ്പോൾ എങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ പുതിയത് വരുമ്പം ഇപ്പൊക്കെ ഞാൻ റിസർച്ച് ടീമുണ്ട്. ഈ കാര്യം ഒന്ന് പഠിച്ച റിപ്പോർട്ടിന് അതൊന്ന് മലയാളത്തിലാക്കി ഡീറ്റെയിൽ ആക്കിക്കൊണ്ട് ചുരുക്കിക്കൊണ്ട്, അതായത് എല്ലാവരും ഒരുപാട് ടീമുണ്ട്. നേരത്തെ നമ്മൾ തന്നെ ഇരുന്നിട്ട് വായിച്ച് പഠിക്കുന്നത് ഇപ്പം വായിച്ചിട്ട് എൻ്റെ രക്തം ചുരുക്കം വേണമെന്ന് പറയും. അതിനൊക്കെ ടീമുള്ളതുകൊണ്ട് ടീം വളരെ സ്പീഡ്. നേരത്തെ സ്വന്തം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വലിയൊരു ടീമുണ്ട്. 5 പ്രൊഫഷണൽ ടീമുകളുണ്ട് എല്ലാ രംഗത്തും. ഈ ബിസിനസ്സിൽ ഏറ്റവും ത്രില്ല് നൽകണ കാര്യം എന്താ? ത്രില്ല് കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് നമ്മളോരോന്ന് ടാർഗറ്റ് ചെയ്യും, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആവണമല്ലോ, ഓട്ടക്കാരൻ ഓടി ജയിക്കണമല്ലോ, രണ്ടാമൻ മൂന്നാം, ആ ഒരു ത്രില്ല് അവിടെയാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മത്സരിക്കുകയാണ്, മാർക്കറ്റിലാണ് മത്സരിച്ച് വിജയിക്കുമ്പോഴാണ് അതിൻ്റെ ത്രില്ല്. എല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണണം. സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് അതൊരു മത്സരിക്കാനുള്ളൊരു ശേഷി, മത്സരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്. ഞങ്ങളുടെ എല്ലാ കോമ്പറ്റീറ്റേഴ്സായിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സായിട്ടാണ് കാണുന്നത്. എല്ലാവരുമായിട്ടും മത്സരിക്കണം, എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങളുടെ ഗോൾഡ് ഫീൽഡിലുള്ള എല്ലാവരും, ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അങ്ങോട്ടും എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ്. എപ്പോഴും ഏത് ഫോൺ എടുത്താലും എന്നെ വിളിക്കും, ഞാനും വിളിക്കും. വളരെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ തന്നെ. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് ഒരു മത്സരമായിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ. അവർക്കും അവരുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയും, നമ്മുടെ അടുത്ത് തെറ്റുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്വൈസൊക്കെ എടുക്കാറുണ്ട്. ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് അൺഎത്തിക്കലിനെതിരെ നമ്മൾ തീരെ കോംപ്രമൈസ്. അൺഎത്തിക്കൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് സ്ഥലമുണ്ട് ഞങ്ങളില്ല എന്ന് പറയും. അൺഎത്തിക്കൽ എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ബിസിനസ് അൺഎത്തിക്കൽ തീരെ സപ്പോർട്ട് ചെയ്യില്ല. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ മലബാറുകാർക്ക് അല്ലെങ്കിൽ ഈ കാൽപന്ത് കളി, അങ്ങനെ സ്പോർട്സ്, ഫുട്ബോൾ, അതിനോടൊക്കെ പേഴ്സണലി അങ്ങനെ വല്ല അടുപ്പമൊക്കെ ഉണ്ടോ? ഫുട്ബോൾ കളിയിൽ ചെറുപ്പം മുതൽ നമുക്ക് എല്ലാവർക്കും ഉള്ള മാതിരി ജ്വരം ഉണ്ടായിരുന്നേ. നമുക്ക് ഗാലറിക്ക് കണ്ടിട്ടുള്ളൂ, കളിച്ചിട്ടില്ല. ആണല്ലേ? സന്തോഷ് ട്രോഫിയൊക്കെ ഉള്ളപ്പം കോഴിക്കോട് ഗാലറി സ്ഥിരമായിട്ട് ഉള്ളപ്പോൾ ഏതാണ്ട് എല്ലാ കളിയും കാണാന്നുള്ളൊരു ഇൻട്രസ്റ്റ്. കളി കാണാനാണ് പോയിട്ടുള്ളൂ, കളിച്ചിട്ടില്ല. ഈ പുതിയ ചിന്തകളൊക്കെ, പുതിയ ആശയങ്ങളൊക്കെ എപ്പോഴാണ് വരിക? ഈ രാവിലെയാണോ? ഏറ്റവും രാവിലെയാണ്. സത്യം പറഞ്ഞാൽ രാവിലെയാണ് നമുക്ക് എല്ലാറ്റിനും പറ്റിയൊരു സമയം. ഈ നടക്കുമ്പോഴൊക്കെയാണോ? നടക്കുമ്പോൾ, കൂടുതൽ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഒക്കെ തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ. മനസ്സിൽ എന്തെങ്കിലും പറ്റിയൊക്കെ പേടി തോന്നാറുണ്ടോ? പേടി തോന്നാറുണ്ട്? ഒന്നിനെ പറ്റും പേടിക്കേണ്ടിയില്ല. കാരണം നമ്മൾ ഇത്രയും വയസ്സിൽ ഇത്രയൊക്കെ അനുഭവിച്ച് ഒരുപാട് ദേശത്തിലധികം എത്തി. എന്തിനു പേടിക്കണം? മരണം എല്ലാവർക്കും ഉള്ളതാണ്. അത് മാത്രമേ അസുഖം ആ പേര് ഏത് സുപ്രഭാതത്തിൽ ഏത് സമയത്തും ആരെയും ദൈവം വന്ന് വിളിക്കും, പോകണം, റെഡിയായിരിക്കുക എന്നുള്ളതാണ്. ആർക്കും ഒരു ബാധ്യതയും ബാക്കി വെക്കാതെ പോവുക, ആരോട് കടപ്പാടില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നിനും പേടിയില്ല. ഈ ടൈം മാനേജ്മെൻറ്റും നേരത്തെ പറഞ്ഞല്ലോ, സമയം, ഈ ടൈം മാനേജ്മെൻറ്റും ഈ പ്രൊഡക്ടിവിറ്റി, അതായത് ഏറ്റവും സംതൃപ്തമായിട്ട് ആ സമയം ചെലവിട്ടു എന്നൊക്കെ. ഇതിന് എന്തെങ്കിലും ടെക്നിക്കുണ്ടോ താങ്കളുടെ കയ്യിൽ, ടൈം മാനേജ് ചെയ്യാനും ഈ പ്രൊഡക്ടിവിറ്റിയൊക്കെ? ടൈം മാനേജ് ചെയ്യാൻ ടെക്നിക്കൊന്നും വേണ്ട. നമുക്ക് നാളെ എന്ത് എന്നുള്ളത് നാളെയും എല്ലാം പ്ലാൻഡാണ്. നമുക്ക് ലീസ്റ്റ് വരുന്നുണ്ട്, പ്ലാനുണ്ട്, പരിപാടിയുണ്ട്, കുറച്ച് സമയം എക്സ്ട്രാ കാണും. പിന്നെ അനാവശ്യമായതിലൊന്നും ഇടപെടണ്ട. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, പൊളിറ്റിക്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതിൽ ഇടപെടണ്ട.
വാദപ്രതിവാദങ്ങൾ നമുക്കറിയാത്തിരുന്ന് നമ്മൾ പോയി ഇടപെടേണ്ട. എല്ലാ കാര്യവും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലാണ് പ്രശ്നം. നമുക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ളത് മാത്രം, മറ്റേ വഴിക്ക് നടന്നോളൂ. ഇപ്പോഴേ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ 13 രാജ്യങ്ങളിൽ നമ്മുടെ ബിസിനസ് ഉണ്ട്, അടുത്ത ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട്. അപ്പോൾ ഈ ആ രാജ്യങ്ങളിൽ പോകുമ്പോഴേ എന്താണ് ശ്രദ്ധിക്കാറ്? അവിടുത്തെ ബിസിനസ് സാഹചര്യമാണോ, അവിടുത്തെ ഞാൻ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മൊത്തം ലാൻഡ്സ്കേപ്പാണ് ശ്രദ്ധിക്കാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പ്രദേശം കാണുക എന്നുള്ളതാണ്. പിന്നെ ആൾക്കാരുടെ ജീവിത രീതി, ശൈലി, അത് അവരുടെ ഭക്ഷണം, എവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അവരുടെ ജീവിത രീതി കാണുക. അതല്ലാതെ ബിസിനസ് ഒരു ഷോപ്പിലൊക്കെ കുറേ കയറി നോക്കും. ബിസിനസ്സിനെക്കാളും കൂടുതൽ അവിടത്തേക്കുള്ള കംപ്ലീറ്റ് ആ നാച്ചുറൽ കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ, അമേരിക്കയിൽ പോയപ്പോൾ, അവിടെയൊക്കെ വേൾഡിലൊക്കെ പോയപ്പോൾ ആ നേച്ചർ ആസ്വദിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭംഗി കണ്ടത്. ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ കഷ്ടപ്പെടുത്തി കളയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, പണ്ട് ഞങ്ങളുടെ ഹിൽ പ്രൊഡ്യൂസ് കൊക്കോ കെയർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വലിയ രീതിയിൽ കടം കൊടുത്തു ബിസിനസ്. അവർ വലിയ രീതിയിൽ വലിയൊരു അന്നത്തെ വലിയൊരു എമൗണ്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് പൊട്ടിപ്പോവുമായിരുന്നു. ആ സമയത്ത് അവർ ബ്രാൻഡ് വിറ്റിട്ടാണ് ഞങ്ങളെ കടം വീട്ടിയത്. അന്നാണ് ആ ബ്രാൻഡിൻ്റെ വാല്യൂ മനസ്സിലാക്കിയത്. ബ്രാൻഡ് എപ്പോൾ ഒരു വാല്യൂള്ള സാധനമാണ്. അതാണ് ബ്രാൻഡ് ഏറ്റവും വലിയ ട്രസ്റ്റാണ്. ഹിന്ദുസ്ഥാൻ ലിവർ കൊക്കോ കെയർ എടുത്തത് കൊണ്ടാണ് ഞങ്ങളന്ന് വലിയൊരു എമൗണ്ട്, എൻ്റെ എല്ലാ വീടും സ്ഥലവും ഒക്കെ ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ ചരക്ക് കയറ്റി അയച്ചിരുന്നത് ബോംബെയിലേക്ക്. അപ്പോൾ അവിടെ ബോംബെയിലെ ഓണേഴ്സിനെ കൊണ്ടപ്പം പേടിക്കേണ്ട, നിങ്ങളുടെ ഫണ്ട് കംപ്ലീറ്റ് ഞങ്ങൾ തരും. ഹിന്ദുസ്ഥാൻ ലിവർ 20 കോടി പറഞ്ഞ് 22 കോടി 22 കോടിക്ക് സെറ്റിൽ ചെയ്തു. ഞങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പൈസയും തന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആമുബായിൻ്റെ ആൾ മരിച്ചുപോയി. ഞങ്ങൾ 2 കോടി ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പ്രതിസന്ധി നിന്നാണ് നമുക്കൊരു വേറൊരു സംഭവം കിട്ടിയത്. അപ്പോൾ ഇത്രയും വില പിടിച്ചൊരു സാധനം ബ്രാൻഡാണെന്നുള്ള ധാരണ ആ പ്രതിസന്ധി നിന്നാണ് കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ മനസ്സിൽ, ഇങ്ങനെ നമ്മളെ കൂട്ടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടാവും. ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് വേർതിരിച്ച് നല്ല ശാന്തമായിട്ട് ചിന്തിച്ച് നല്ല തീരുമാനങ്ങളിലെത്താനായിട്ട്? ഞങ്ങൾ ചർച്ച ചെയ്യും, ഫാമിലി ചർച്ച ചെയ്യും, മക്കളുടെ അടുത്ത് ചർച്ച ചെയ്യും, അടുത്ത നമ്മളെ ഗ്രൂപ്പിലെ ബിസിനസ് ലീഡേഴ്സിൻ്റെ അടുത്ത് ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതിനൊക്കെ പരിഹാരം കാണുന്നത്. എന്തെങ്കിലും പ്രശ്നവും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് പലരും പല ഐഡിയയും വരും. അപ്പോൾ ആ ഐഡിയ നിന്നാണ് ഞങ്ങൾ പുതിയ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അത് വീട്ടിലായാലും എവിടെ ആയാലും വേണ്ട വളരെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഒരു കാര്യം. ഒന്നും മനസ്സിലിങ്ങനെ ഒതുക്കിയൊന്നും വെക്കില്ല അല്ലേ പ്രശ്നങ്ങൾ? ഇല്ല, പരസ്പരം വേഗം ചർച്ച ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഒതുക്കി വെക്കും തോറും നമുക്ക് അത് നമ്മളെ എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ഒരു ടീം ഉണ്ടാവും. എനിക്ക് ഏത് കാലത്തും വേണ്ടപ്പെട്ടെന്ന് വളരെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ചർച്ച നടത്തും, തുറന്ന് സംസാരിക്കും. അവർക്കറിയാൻ പറഞ്ഞിന്ന് കറക്റ്റാന്നുള്ളത്, കറക്റ്റ് ഇങ്ങോട്ട് മറുപടിയും കിട്ടും. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ. അതാണ് നിങ്ങൾക്ക് പ്രശ്നം സൊല്യൂഷൻ ചെയ്യാൻ ആരും ചോദിച്ചാൽ വേണ്ടപ്പെട്ടവരോട് തുറന്ന് കാര്യം പറയുക, ചർച്ച നടത്തുക. പല സൊല്യൂഷൻസും വരും. അതിൽ നിങ്ങൾക്ക് പറ്റിയ ഇഷ്ടമുള്ളത് നിങ്ങളെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. പിന്നെ എന്താണ് സൊല്യൂഷൻ നല്ലത്. താങ്കൾ വല്ല അടുത്ത കാലത്തായിട്ട് വല്ല ശീലങ്ങൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പുതിയ വല്ല ശീലം തുടങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. നമ്മളാകെ ഒരു ശീലങ്ങളൊക്കെ പറയുന്നത് ഈവനിങ്ങിൽ ഫ്രണ്ട്സായിട്ടിരുന്ന് കുറച്ച് കാർഡ്സ് കളിക്കുക എന്നുള്ളതാണ്. അത്ര വർഷങ്ങളായിട്ടുള്ളതാണ്. അതിപ്പോൾ തുടരുന്നുണ്ട്. അത് ശരി. വേറെ യാതൊരു ശീലവുമില്ല, മദ്യപാന ശീലമില്ല. വേറെ പുകവലി വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം വരെ ഉണ്ടായിരുന്നു. അന്നൊരു ഹജ്ജിന് പോകുന്ന അവസരത്തിൽ നിർത്തി, പിന്നെ അത് തുടങ്ങിയിട്ടില്ല. എന്നപ്പോൾ ഒരാൾ പറഞ്ഞു ദുശീലം ഇങ്ങനെ അത് നിർത്തിക്കുക, പിന്നെ തുടങ്ങേണ്ടതാണ്. ഒരു കർമ്മത്തിന് പോകുമ്പോൾ അത് നിർത്തിയിട്ട് പോകുമ്പോൾ പിന്നെ അത് തൊടാതിരിക്കുക എന്നല്ലേ. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. Luxury, convenience, and a commitment to green living. Vigaland Homes presents Biophilic Urban Homes in Kochi, Trivandrum, Calicut, Thrissur. ഈ ജീവിതം ബിസിനസ് എങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്? ലൈഫ് എന്ന് പറയുന്ന എല്ലാവരും നമ്മുടെ പാർട്ടാണ്. ബിസിനസ് വളരെ ബാലൻസ്ഡ് ആണ്. ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട് ഭരണം കംപ്ലീറ്റ് വൈഫാണ്. വീട്ടിലേക്ക് ആവുന്നതിന് വേണ്ടുന്ന എല്ലാ സാധനവും എല്ലാം നോക്കും, എല്ലാം മടിക്കും, എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ റിലേറ്റീവിന് ആരെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് മേടിക്കുന്നു. എൻ്റെ മരുന്നും എൻ്റെ ട്രീറ്റ്മെൻറ്റ് വരെ എല്ലാം വൈഫ് തന്നെയാണ് നോക്കുന്നത്. എനിക്ക് ബിസിനസ് മാത്രം നോക്കിയാൽ മതി, വേറെ ജോലിയൊന്നുമില്ല. ഈ ഹോബി ഈ കാർഡ്സ് കളി മാത്രമല്ല, വേറെ എന്തെങ്കിലും ഹോബി? ഒരു ഹോബിയില്ല. വേറെ ഇങ്ങനെ യാത്ര ചെയ്യും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട്. വേറെ യാത്രകൾ പോകും? ബിസിനസ് യാത്ര അല്ലാണ്ട്? ബിസിനസ് യാത്രയാണ് അധികം. അല്ലാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ പോയി യാത്ര പോകും. അത് കുറച്ചൊക്കെ.
ഈ ഒരാഴ്ച കൊണ്ട് ലോകം അവസാനിക്കാൻ പോവാണെന്ന് വെക്ക്, അപ്പോൾ ഒരാഴ്ച എന്തായിരിക്കും താങ്കൾ ചെയ്യുക? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഞാൻ ഉറച്ചെങ്കിൽ വിശ്വസിക്കും. ലോകം അങ്ങനെ ഒരാഴ്ച കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഒരുപാട് കാലമുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് അത്ര പോസിറ്റീവ്സ് ആണല്ലേ? അത്ര പോസിറ്റീവാണ്. ശരി. ഞാനേ ചില വാക്ക് പറയുമ്പോഴേ താങ്കളുടെ ഉള്ളിൽ വരുന്ന ആ കാര്യം സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. പണം അത് ഇവിടെ വരും പോവും, നിൽപ്പില്ല. അതൊരു സ്ഥായിയായിട്ട് നിൽക്കുന്ന സംഭവമല്ല. അതൊരു ഈ എന്താണ് അത് കാര്യങ്ങൾ നടത്താനുള്ള ക്രവിക്ക് നടത്താനുള്ള ഒരു മീഡിയ മാത്രമാണ്. ബിസിനസ് നമ്മുടെ ജോലിയാണ്. അത് ഏറ്റവും ഏത് ജോലിയാണോ ചെയ്യുന്നത്, ഞാൻ ഡോക്ടറായിട്ടല്ല വന്നത്, എൻജിനീയറല്ല, ഞാൻ ബിസിനസ്മാനാണ്. എൻ്റെ ബിസിനസ് ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. വിജയം, സക്സസ് നമ്മൾ ചെയ്താൽ എന്തായാലും സക്സസ് വരും. റയറായിട്ട് പരാജയപ്പെട്ടാൽ വീണ്ടും ട്രൈ ചെയ്യുക, അത് വിജയിക്കും. യാത്ര നമുക്ക് അത് നമ്മൾ എന്ത് ചെയ്യണം, അത് എൻ്റർടൈൻമെൻറ്റായിട്ട് കാണണം. അതൊരു ടെൻഷനായിട്ട് കാണരുത്. ചുറ്റുപാടുള്ള ആൾക്കാർ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ആരാണോ ഇരിക്കുന്നത് അവരോട് സംസാരിക്കും, ഷെയർ ചെയ്യും ഭക്ഷണം വന്നാൽ. അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ എപ്പോഴും നമ്മൾ പലരെയും പരിചയപ്പെടും. യാത്ര ഒരു ടെൻഷനായി കാണരുത്. യാത്രയിൽ പലതും കണ്ടുകൊണ്ടേയിരിക്കും, പലതും മനസ്സിലാക്കും. അത് മനസ്സിലാക്കാൻ കാണുക. ജോലി നമ്മുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ജോലി കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളതിന് റെമ്യൂണറേഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ ജോലി വളരെ ഉത്തരവാദിത്തമുള്ളത്. കുട്ടിക്കാലം എന്നും ഓർമ്മിക്കാനുള്ളതായിരിക്കണം. കളിച്ച് ചിരിക്കണം. കുട്ടിക്കാലത്ത് ചെയ്യേണ്ടതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ചെയ്യണം. കുട്ടിക്കാലത്ത് ചെയ്യാൻ പരിചിതം ചെയ്യാതിരിക്കുക. കുട്ടി തന്നെ ആയിരിക്കും. ഈ താങ്കൾ ഡെലിഗേറ്റ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഡെലിഗേറ്റ് ചെയ്യാനും പരസ്പരം എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊന്നുമില്ല. പലപ്പോഴും ഡെലിഗേഷൻ ഉണ്ട്. ഈ കാറുകളോട് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണ്. കാറ് നമുക്ക് വാഹനം യാത്ര ചെയ്യാനുള്ളതാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല കാറും. ഞാൻ ഏറ്റവും ആദ്യം മാരുതിൻ്റെ ഏറ്റവും ഫസ്റ്റ് 800ൻ്റെ ഏറ്റവും ചെറിയ അത് മുതൽ ഇങ്ങനെ മാറി വന്ന് ഇപ്പോൾ എല്ലാം മാറി വരുമ്പോൾ ഓരോ കാലഘട്ടത്തിനും വെറും അത് യാത്രാ സൗകര്യമാണ്. അതിൽ കൂടുതൽ മറ്റുള്ളവർ കാണിക്കലല്ല. അതൊരിക്കലും ഞെട്ടിക്കലില്ല, കാണിക്കലില്ല. ഈ മൊബൈൽ ഫോൺ എങ്ങനെയാണ് അധികം നേരം ചെലവിടാണ്ട്? ഉണ്ട്. മൊബൈൽ നമ്മളെല്ലാ ഇപ്പോൾ എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളും നമ്മുടെ ന്യൂസും എല്ലാം വരുന്നത് മൊബൈലാണ്. മൊബൈൽ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്പ് തന്നെയാണ്. അതന്നെ, നമ്മുടെ ആപ്പ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ തന്നെ. സ്റ്റാർട്ടപ്പുകാരോട് എന്താ പറയാനുള്ളത്? ഹാർഡ് വർക്കിംഗ്, ഈസി വേ നോക്കരുത്. സ്മാർട്ട് നല്ലതാണ്, പക്ഷേ നല്ലോണം ഹാർഡ് വർക്ക് വരും വരായികൾ കാൽക്കുലേഷനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. മെല്ലെ സ്റ്റെപ്പായിട്ട് കയറാൻ നോക്കണം. അപ്പോൾ ഇത്രയും നേരം ഇത്രയും സമയം ധനത്തോടൊത്ത് ചെലവഴിച്ച് അങ്ങേറ്റം ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് മറുപടി നൽകിയത്. എല്ലാത്തിനും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല ബിസിനസ് കാര്യങ്ങളും എന്ന് വെച്ചാൽ സങ്കീർണമായ പല ബിസിനസ് തത്വങ്ങളും മോഡലുകളും വളരെ ലളിതമായിട്ട് തന്നെയാണ് താങ്കൾ മറുപടി നൽകിയത്. അത്ര നേരം സമയം നമ്മളോടൊത്ത് ചെലവഴിച്ചതിന് നന്ദി. Be ready for challenges, be ready for disappointments. As somebody once said, in a boxing match, it's not over when you fall, it's over when you don't get up. Right? So you'll get knocked down many times, but you should be able to get up. So whether you're an entrepreneur or a professional manager, you will have many setbacks, many disappointments, but you have to learn from those disappointments. Keep improving yourself and keep persevering, because it's a long journey. I don't think anyone has short journeys to success. I think in Tata Steel we don't waste a crisis. We try to make sure that we come out stronger after the crisis, and I think every challenge has got the best out of the people. This is the only company I worked for. I've now been in Tata Steel for 36 years. But if you go to Jamshedpur and tell people you work for 36 years, they'll ask you which generation. Because there are people who are 4th generation, 5th generation, 6th generation. So there's a huge amount of loyalty to the company because of the way we treat our employees.